കോമഡി വാല നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Eurogulf, simplifying your complications. You can replace your friends. You can exchange your jewelry. You can change your jobs too. But you cannot change your certificates. If there is a fake attestation on it, a fake attestation on your original certificate can send you to jail. Contact Eurogulf for genuine attestation services. HRD, MEA, Embassy Attestation and University Verification. Eurogulf Attestations. Authenticity guaranteed. Log on to eurogulf.com or email attestation@eurogulf.com. കണ്ടാലെന്നും സൂപ്പറാ, കേട്ടാലെല്ലാം ഹ്യൂമറാ, എല്ലാം നേരല്ലെന്നാൽ ചൊല്ലുന്നോരും തെല്ലും മാറുകില്ലടോ. കണ്ടാൽ വേല കണ്ടാൽ നേരാണമ്പോ വമ്പിൽ മുമ്പനാണെടോ. മലബാർ കോമഡി വാല, മലബാർ കോമഡി വാല, മലബാർ കോമഡി വാല, Comedy wala. മലബാർ കോമഡി വാല. Yo, yo. കോലം മാറുന്നോരീ നാട്ടിൽ മിന്നും താരങ്ങൾ മണ്ണിലൊതിക്കും. പൊട്ടി പൊട്ടിച്ചിരിക്കാൻ ചേലിൽ രോഗം മാറ്റുന്ന കോമഡി കാട്ടും. നേരം മാറും നേരം പൂരം കാണും നേരം പോരാമെന്നളിയ ചേരാം പൊന്നളിയ. എല്ലോരും വന്നിടുമീ പതിരില്ല ചിരിമേളത്തിൽ. ഉല്ലാസം കൊണ്ടാടുമീ മലബാറിൻ മാമാങ്കത്തിൽ. കണ്ടാലെന്നും സൂപ്പറാ, കേട്ടാലെല്ലാം ഹ്യൂമറാ, എല്ലാം നേരല്ലെന്നാൽ ചൊല്ലുന്നോരും തെല്ലും മാറുകില്ലടോ. കണ്ടാൽ വേല കണ്ടാൽ നേരാണമ്പോ വമ്പിൽ മുമ്പനാണെടോ. മലബാർ കോമഡി വാല, മലബാർ കോമഡി വാല, മലബാർ കോമഡി വാല, മലബാർ കോമഡി വാല. ഉണ്ണിമാനെ, ഓ ഉണ്ണിമാനെ, എവിടെ പോയി കിടക്കുക? ഒരു മറുപടിയും ഇല്ല. വാ ഉണ്ണുണ്ണിമാനെ. എന്തിനാണ് മൂത്താപ്പ ഇങ്ങനെ കോഴി വിളിക്കുന്നത്? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അല്ല, നീ എനിക്ക് കുളിക്കാനുള്ള വെള്ളം ഉണ്ടാക്കിയോ? ചൂടാക്കിയോ? ആ വെള്ളം ചൂടാക്കിക്കൊണ്ടിരുന്നാണ് ഞാന്. തലയിൽ തേക്കാനുള്ള താളി ഉണ്ടാക്കിനോ? താളി ഉണ്ടാക്കി. സോപ്പ് എടുത്ത് വെക്കണോ? സോപ്പ് എടുത്ത് വെച്ച്. പുറത്ത് തേക്കാനുള്ള കൊയമ്പോ? പുറത്ത് തേക്കാനുള്ള കോയമ്പ് എടുത്ത് വെച്ച്. മുണ്ട് കിട്ടീനോ? മുണ്ട് എടുത്ത് വെച്ച്. എന്നാലും ഇന്ന് കുളിച്ചണ്ട, നാളെ കുളിച്ച. ആക്കൊന്ന് ചൂടറിയോട്ടെ. നിങ്ങൾ എന്തിനാണ് മൂത്താപ്പ എന്നെ ഇങ്ങനെ ഇടങ്ങാറാക്കുന്നത്? എന്നാ പിന്നെ ഞാൻ നാളെ വെള്ളം ചൂടാക്കാൻ മതിയല്ലോ. അപ്പൊ പിന്നെ കുളി മറ്റന്നാളേക്ക് ആവൂലേ? അല്ല, ഞാൻ നാളെ കുളിച്ചു ഇപ്പൊ എനിക്ക് എന്താ ഇത്ര ചെയ്തോ? ഓ, മൂത്താപ്പാനോട് ഭർത്താന്ന് പറഞ്ഞ് എന്റെ തലക്ക് ഭ്രാന്ത് എടുക്കൂ. ചില സമയത്ത് മൂത്താപ്പ എങ്ങനാണ്? കൊത്തിന് കൊത്ത് പറഞ്ഞാളൂ. ആ മൂത്താപ്പ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഞാൻ കളിയാക്കരുത്. ഈ ബോഡി ഒക്കെ ഒന്ന് ഫിറ്റ് ആകാൻ എനിക്കൊന്ന് ഫിറ്റ് ആകണം. എന്താ ചെയ്യാ? എനിക്കൊന്ന് ഫിറ്റ് ആവണം. അതിനൊരു പരിപാടി ഉണ്ട്. എന്ത്? നമ്മളെ വേണുവിന്റെ കള്ളു ഷാപ്പിലാണ് കേറുക, എന്നിട്ട് നന്നായിട്ട് ഒന്നാട് കുടിക്കുക. അപ്പൊ അത് ഫിറ്റ് ആവും. ഇതാണ് ഞാൻ പറഞ്ഞത്. ഫുള്ള് തമാശാക്കും. ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ അതല്ല ചോദിച്ചത്. പിന്നെ എന്ത് കുടിച്ചിട്ട് ഇപ്പൊ അയക്ക് വരാൻ ഞാൻ മതി, അതിലാണ് പോയിക്കോളണം. അങ്ങനെ അത് പോട്ടെ, ഞാൻ അതല്ല ചോദിക്കുന്നത്. എനിക്കൊന്ന് എന്റെ ബോഡി ഒക്കെ ഒന്ന് ഷേപ്പ് ആകണം. അതിനെന്താണ് ചെയ്യേണ്ടത്? അതിന് വേറൊരു പരിപാടി ഉണ്ട്. അത് ഇഞ്ചി എന്നോട് പറഞ്ഞ ഭർത്താനൊക്കെ പോയിട്ട് അങ്ങാടിന്ന് ഒന്ന് പറഞ്ഞാ മതി, അത് ഓല് ഷേപ്പ് ആക്കി തരും. എന്റെ മൂത്താപ്പ, ഞാൻ തന്നെ ആത്മഹത്യ ചെയ്യും. ഞാൻ അതൊന്നല്ല ചോദിച്ചേ. മൂത്താപ്പനോട് ഒരു ആസനം പഠിപ്പിച്ചേരാന്ന് പറഞ്ഞിട്ടില്ല. എന്താണ്? അല്ല, ശരീരം നന്നാകാനും ആരോഗ്യം നന്നാകാനും ഒക്കെ എന്തോ ആസനം, യോഗാസനം.
അതാണോ? ആ അതാണെങ്കിൽ ഞങ്ങക്ക് നേരത്തെ ഒന്നും ഇങ്ങോട്ട് പറഞ്ഞൂടെ? ഇത് വെറുതെ മനസ്സിനെ പണി ഉണ്ടാക്കാൻ. ഇപ്പോഴാണെങ്കിൽ ഫ്രീ സമയമാണ്, എന്റെ പണിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ തിരക്ക് കൂട്ടല്ലേ. ഇത് അങ്ങനെ പെട്ടെന്നൊന്നും പഠിപ്പിച്ചാൻ കഴിയൂല. അതിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. ആദ്യം ഒന്ന് അടങ്ങി ആടി ഇരുന്നാണ് പ്രാർത്ഥിക്ക്. അതിനെന്തിനാണ് നിങ്ങൾ ഇന്നെ ചീത്ത പറയുന്നത്? സാവധാനത്തിൽ ശാന്തമായിട്ട് പറഞ്ഞാ പോരെ? ഇജെന്നാടി ഇരിക്ക്. വെറുതെ ഭർത്താനം പറഞ്ഞ് നേരെ ഇട്ടാതെ. നേരെ ഇരിക്ക്. ഇങ്ങോട്ടല്ല, കാലം അങ്ങോട്ട് മണക്ക്. വയ്യോട്ട് വയ്യോട്ട് മണക്ക്. നടു ഒന്ന് നീർട്ടെ. നീ കണ്ണ് പൂട്ട്. കണ്ണു പൂട്ടി പൂട്ടിയോ? എന്നാലും പ്രാർത്ഥിച്ചൂട് നന്നായിട്ട്. ഉണ്ടാക്കല്ല. അല്ല, ഇത് പ്രാർത്ഥിക്കണേ ഞാൻ കേൾക്കില്ലല്ലോ. ഞാനാ നിങ്ങളോടല്ലല്ലോ പ്രാർത്ഥിക്കുന്നത്, പഠിച്ചവനോടല്ലേ. മതി മതി, മതിയാക്കി നീച്ച. മതി, പ്രാർത്ഥന എത്ര മതി. കാല് കുടുങ്ങിപ്പോയി. മതി, അടക്ക്. ഇനി ഞങ്ങക്ക് പറഞ്ഞുതരാം. ഇനി കാല് രണ്ടും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചാ. ഇങ്ങനാണേ? അങ്ങനല്ല, കാല് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വെക്ക്. ഇങ്ങനാ? ഇനി ഒന്ന് കാല് കൂട്ടിയാ. എങ്ങനെ പൂട്ടാനേ? മേപ്പോട്ടും ഇങ്ങോട്ട് കൂട്ട്. ഇങ്ങനോ? അത് മതി. ഞാടി ഇരിക്ക്. ഇങ്ങനെ ഇരിക്ക. കാല് വേരാകും മൂത്താപ്പ. എന്നാ കാലാട്ട് വെക്ക്. എങ്ങോട്ടേ? മെല്ലാണ്ട് ഇരിക്കുന്നത്. അങ്ങനെ ഇരുന്ന്. ഇനി കജ്ജി രണ്ടും ഒന്ന് പൊന്തിച്ചാ. കൈ പൊന്തിച്ച്. അത് മതി. നീ ഈ അക്കജ്ജി അതിന്റെ ഉള്ളിലൂടെ അങ്ങോട്ട് കോത്തി കളിച്ചാ. എനിക്കൊരു സംശയോ. എന്തേ? ഹുസൈൻ അളിയൻ ലീക്കി വരാനിട്ട പണി പോലെ ആകുമോന്ന്. അതെ, നമ്മളൊരു ബിസിനസ്സിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഇങ്ങനെ കൂലിപ്പണിയെടുത്ത് നടന്നിട്ട് ഒരു കാര്യമില്ല അളിയ. 4 ചില്ലറ കൈ തൊടണമെങ്കിൽ ബിസിനസ് തന്നെ ചെയ്യണം. അപ്പോഴാണ് നമ്മൾ ചിന്തിച്ച് നമ്മൾ അളിയനും കൂലിപ്പണിക്കാരനാണല്ലോ എന്ന്. അതുകൊണ്ട് ഈ ബിസിനസ്സിന് നിങ്ങളെയും കൂടി കൂട്ടാൻ നമ്മൾ വെച്ച്. ഞാൻ മാനേജരും നിങ്ങൾ പിയ്യണു. അല്ല, ഞാൻ മാനേജരും നിങ്ങൾ സൂപ്പർവൈസറും. അളിയോ, അളിയനൊന്നും പറഞ്ഞില്ല. അല്ല, എന്ത് ബിസിനസ് അപ്പൊ ചെയ്യാൻ പോണത്? ഏറ്റവും ലാഭം കിട്ടുന്ന എന്ത് ബിസിനസ്സും. എന്നാലേ നല്ലൊരു ബിസിനസിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. കോഴിക്കാട്ട വളം. അയ്യേ, എന്തേ? കോഴിക്കാട്ട വളത്തിന് 3 ഗുണങ്ങളുണ്ട്. 1, കള്ളം കട്ടുണ്ടാവില്ല. 2, കേട് വരൂല. 3, പയതാം തോറും ഗുണം കൂടി കൂടി വരും. ഡഗ ഡഗ. നിങ്ങൾക്ക് കോഴിക്കാട്ടോ അല്ലാത്ത ഒരു ബിസിനസ് അറിയില്ലേ? എന്നാ പിന്നെ കോഴിത്തൂവലാക്ക. അല്ല, നമ്മളൊരു സംശയം ചോദിച്ചോട്ടെ. നിങ്ങളെന്താ കുറുക്കനാ? എന്ത് പറഞ്ഞാലും കോയിന്ന് അത് മാത്രം അറിയൂ നിങ്ങൾക്ക്? നമ്മൾ പറയുന്ന ബിസിനസ് ആവുന്നല്ല, ഭയങ്കര ലാഭമുള്ള ബിസിനസ്സാണ്. പക്ഷേ നല്ലൊരു സംഖ്യ ഇറക്കണം. എത്ര വേണ്ടി വരും? 2 ലക്ഷം. 1000 ഉറുപ്പ്യ ഒരുമിച്ച് കാണാത്ത മനസ്സനാ ഞാൻ. നിങ്ങളുടെ അപ്പോൾ 2 ലക്ഷം. മൂത്തച്ഛനാന്ന് വിചാരിച്ച് എന്തെങ്കിലും പിരാന്ത് വിളിച്ചു അറിയാം. അളിയ, ഞാൻ പറയട്ടെ അളിയ, 2,50,000 നമ്മൾ എടുത്തോളാം. 50,000 നിങ്ങളും. 1 ലക്ഷം സുബേറിനോട് വാങ്ങാം. നമ്മൾ 2 ആളും ചെന്ന് ചോദിച്ചവൻ തരാതിരിക്കൂല. തന്നില്ലെങ്കിലോ? അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. നമ്മളെ കെട്ടിയോളന്മാരെ വെച്ച് കളിക്കാം. എന്തേ? എങ്ങനെ? അവരെ വീട്ടിക്ക് പറഞ്ഞയക്കാം. സൂറാനെയും കുട്ടികളെയും ഒഴിവാക്കുന്ന അളിയൻ ഓലോട് പറഞ്ഞാൽ കാശ് ഈ കീസയിൽ വന്നു പോകും. പെട്ടെന്ന് വന്ന് പൈസ വേണമെന്നൊക്കെ പറഞ്ഞാല് എവിടുന്ന് എടുത്തുതരാനാ വീരാനെ? അങ്ങനെയാണെങ്കിൽ നിങ്ങളെ മകള് സൂറാനെ ഞാൻ 3 മൊഴിയും ചൊല്ലും. ഈ ഒന്ന് ഇങ്ങോട്ട് വാ. ഈയോളെ മൊയ്യല്ലേ? മര്യാദക്ക് സോറാനെയും കുട്ടികളെയും കൂട്ടി പോയിക്കോ ഇവിടുന്ന്. ഇല്ലെങ്കിൽ എന്നെ അറുത്താണ് കുട്ടിയാലി. ഈ ഐഡിയ മാണ്ടളിയ. അത് നിങ്ങൾക്ക് തന്നെ ചേരുള്ളൂ. എനിക്ക് ഇനിയും ജീവിക്കണം. മാണ്ടെങ്കിലും വേണ്ട. സുബേറിനോട് കാശ് വാങ്ങുന്ന പണി നമ്മളേറ്റ്. അപ്പോ നിങ്ങൾ 50,000 കിട്ടുക. ഏത് 50,000? അല്ല, ഞാൻ ഇതുവരെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അടിയോ? ഞാൻ പറഞ്ഞില്ല അളിയ, എന്റെ കയ്യിൽ 5 പൈസ അല്ല. ബാപ്പാനോട് വാങ്ങിത്തരി. പാപ്പാക്ക് എന്നെ തീരെ വിശ്വാസമല്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചാൽ കിട്ടൂല. നിങ്ങൾ ചോദിച്ചാൽ കിട്ടും. കിട്ടുമോ? പാപ്പാന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോ ഉറപ്പായിട്ടും കിട്ടും. ആ, ഏതായാലും ഇവിടുന്ന് ചോദിക്കണ്ട, അപ്പുറത്തേക്ക് മാറി നിന്ന് ചോദിക്കാം. ആ,
വരി ഇങ്ങോട്ട് വരി. ആട്ടോ ആ അങ്ങോട്ട് വരീന്ന്. പിടിച്ചു വെച്ച് കൊണ്ടുപോകണ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവിടുന്ന് പറഞ്ഞാ പോരെ. സുകാര്യാണെന്ന് അതുകൊണ്ട് ഒറ്റ പോടി നടക്കാൻ പറ്റിയ ഉണ്ടന്മാർ കേൾക്കാൻ പറ്റൂല. ആ അല്ലോ, ഓ, ഞമ്മള് അനക്ക് ഞാൻ ഞാൻ പൈസ പറഞ്ഞ- തയ്ച്ചു തരും അല്ല, പ്ലീസ്. ഞാൻ പറഞ്ഞ- നിക്കടാടെ. ഒന്ന് അത് കേക്ക് ശരി. നിങ്ങളൊന്ന്. അതിനായിട്ട് പറ്റി പറഞ്ഞ് നിന്റെ അല്ല, നിങ്ങളെ മോനിക്ക് വേണ്ടിയിട്ടാണ്. എന്റെ വീട്ടിൽ കണ്ടവന്ന് ഞമ്മളൊന്ന് മനസ്സിലായി. പറയട്ടെ, ഒന്ന് ഇതായി എന്റെ കേക്ക് പരിപാടിന്ന്. വല്ലാഹി ഈ പറയണ്ട, പറഞ്ഞാ എന്നെ കേൾക്കൂല, പറഞ്ഞാ ഞാൻ ഇയാള്. ഇവിടെ നിർത്തൂല. നിങ്ങളെ എന്നെ മയ്യത്തിലാണെന്ന് ഇവിടെ നിർത്തും. വീരാനിങ്ങനെ അത് ഉള്ള ശരി. എന്താണ് ഇപ്പൊ ഈ വിചാരിച്ചത്? നിനക്ക് വിചാരിച്ചതാണ്. ഓൻ പറ്റി പറഞ്ഞു കൂടി പൈസ പറ്റിക്കാൻ വന്നതാ. ബിസിനസ് ചെയ്യാൻ പറ്റിയ ആൾക്കാര് ഈനാമ്പേച്ചും മരപ്പട്ടിയും രണ്ടും നല്ല ചേർച്ചയാ. കണ്ണിലൊക്കെ പൊടി പോയി മൂത്താപ്പ. എന്തേ അത് ഇങ്ങനെ കമന്ന് കിടന്നിട്ടുള്ളതുകൊണ്ട് അത് സാരാക്കണ്ടേ മൂത്താപ്പ എന്തൊരു സുഖാണ് ഇപ്പൊ അതല്ലേ ഞാൻ പറഞ്ഞു. പള്ളക്കൊക്കെ ഒരു ഇത് പോയ പോലെ. ആ ഇതൊക്കെ ചെയ്താൽ നല്ല സുഖം ഉണ്ടാവും. ആ വെറുതെ അല്ല. അല്ല മൂത്താപ്പ, പള്ള കൂടാനുള്ള എന്തെങ്കിലും യോഗാസനം ഉണ്ടോ? നല്ല കൂടാനും ആ എല്ലാത്തൊരു കൂട്. എല്ലാരും ഇത് കുറക്കാനായി ആദ്യം ഓരോന്ന് ചെയ്യല്. എനിക്ക് കൂടുക വേണ്ടിയ അതെല്ലാരെയും കഥ. എനിക്ക് പള്ള കൂടി കിട്ടണം. കാരണം കൊട്ടാരത്തിൽ പട്ടിണിയാണല്ലോ. പള്ള കൂടിയാൽ നാട്ടുകാർ വിചാരിക്കാവും പള്ള നിറച്ചും തിന്നിങ്ങനെ നടക്കുകയാണെന്ന്. കൊട്ടാരത്തിന് സൽപ്പേരുമാവും. എനിക്ക് പള്ള ഉണ്ടായാല് ചെറിയറിലുമ്പോ കുരു ഉണ്ടായാതിരി നിക്കും. പിന്നെ എന്റെ പള്ളോണ്ട് ഇജ്ജ് കൊട്ടാരത്തിന് സൽപ്പേര് ഉണ്ടാക്കണ്ട. എന്റെ തൊള്ള ഒന്ന് അടക്കി വെച്ചാ മതി. സൽപ്പേര് താനേ ഇങ്ങോട്ട് വന്നോളും. ആ ഇനി നമുക്ക് ക്ലാസ് തുടങ്ങാം. വെക്കണ്ട. ആ കാലൊന്നും ഇങ്ങോട്ട് അടുപ്പിച്ച് വെക്ക്. അങ്ങനെ തന്നെ ഞാൻ കജ്ജി ഇങ്ങോട്ട് കൊണ്ടുവരി. ഇനി വലത്തെ കജ്ജി ഇതിലെങ്ങനെ അങ്ങോട്ടും ഇടത്തെ കജ്ജി അതിലെങ്ങനെ അങ്ങോട്ടും പോയിട്ട് ബോത്തി കളിച്ചാ. വലത്തെ കജ്ജി ഇതിലെങ്ങനെ ആട്ട് കോക്കുക, ഇടത്തെ കജ്ജി അവിടുന്ന് ഇങ്ങോട്ടും കോക്കുക. ആ അങ്ങനെ തന്നെ ഞാനെ പിടിച്ചോ. മൂത്താപ്പ പോയില്ല. എന്നിട്ട് ഇതെന്താക്കണോ? അല്ല നമ്മൾ എണ്ണിമാനോടെ പോയി. ഓനെല്ലാം കുത്തിയിരിക്കണ ഇതാ. ഇത് എണ്ണിമാനാണോ? ഞാൻ കണ്ടപ്പോ വിചാരിച്ചു ഉള്ളിവടയാണേന്ന്. എന്താ എണ്ണിമാൻ അങ്ങനെ കെട്ടി കുടുങ്ങി പോയത്? അല്ല മൂത്താപ്പ ശരിക്കും കുടുങ്ങിയ പോലെ തോന്നുന്നു. ഇതൊരു തിരക്കോടില്ല. അറിഞ്ഞാട് തിന്നോ. തടിക്ക് പിടിച്ചനെ ലേസം കഴിയണം. നിങ്ങളിപ്പോ എന്താ എണ്ണിമാനെ കാട്ടിയേ? യോഗാസനോ? യോഗാസന അത്? അല്ല ഇത് ശരിക്കും കുടുങ്ങിയേക്ക് മൂത്താപ്പ. മിണ്ടാണ്ട് അടന്നു. അതിനൊരു തിരക്കേടുമില്ല. ഞാൻ പറയുമ്പോ ഇട്ടാ മതി. ആ മുണ്ടി പോരുത്. ആ മൂത്താപ്പ നിങ്ങൾ അറിഞ്ഞോ? നമ്മളെ എളാപ്പക്ക് തീരെ സുഖല്ല. ആര് നമ്മളെ കട്ടേക്കാളും ചെറിയോനെയോ? ആ എന്താ പറ്റിയത്? മൂപ്പര് മുട്ടുംകാലിന് ഭയങ്കര വേദനയായിട്ട് വൈദ്യന്റെ അടുത്ത് പോയിന്നൊക്കെയാണ് പറഞ്ഞത്. അതാ അത് എന്നുണ്ട് മുട്ടുംകാലിന് വേദന അറിഞ്ഞോണ്ട് നടക്കണ്. രണ്ടാക്കും കൂടി ഒന്ന് കാണാൻ പോയാലോ ഒന്ന്? അതൊന്നും വേണ്ട. ചിലപ്പോ ഓന്റെ എന്റെ ബലമായ സംശയം ഓന് വേറെ എന്തെങ്കിലും വിഷയം ഉണ്ടാവും. അതിനുള്ളൊരു ബലം അയ്യോ. അങ്ങനെ ഉറപ്പിച്ച നിങ്ങൾ കുടുംബക്കാരും പറയാണ്ട് ഇതൊന്ന് കഴിച്ചു വിട്. ഇത് കുടുങ്ങിപ്പോയി. മിണ്ടാന്നാ ഞങ്ങൾ ഒരുപാട് ആരും കൊണ്ട് വർത്താനം. ഇത് ചൊറഞ്ഞു കുടുങ്ങി കിടക്കുന്നു. മുണ്ടാതെ കിണ്ണിമാനെ ഞങ്ങൾ കാര്യപ്പെട്ട ഒരു വർത്താനം പറയുമ്പോ അതിന്റെ ഇടക്ക് കയറിയാട് ഇടങ്ങാറുണ്ടാക്കല്ലേ. അതല്ല, ഇതുപോലെ ഒരുത്തം കുടുങ്ങിപ്പോയിട്ട് ശർക്കര വൈദ്യരെടുത്ത് കൊണ്ടുപോയിട്ടാണ് രക്ഷപ്പെടുത്തിയത്. എളാമന്റെ മോള് പെറ്റങ്ങൾ അറിഞ്ഞില്ലേ? ഇളയമന്റെ ഒലക്ക ഇതൊന്നും നിങ്ങളിത് അറിയില്ല. നിങ്ങൾ ഇതൊന്ന് കഴിച്ചരുത്. മുണ്ടാതെ നിക്കടാ. കാര്യപ്പെട്ട ഒരു വർത്താനം പറയും. ഓളിപ്പോ ആശുപത്രിയിലാണുള്ളത്. സിസേറിയനാണ്. പുരയില് കൊണ്ടുവന്നില്ല. കൊണ്ടുവരരുത്. കാണാൻ പോയിട്ട് കാര്യമില്ല. അടി കയറ്റൂല. തച്ച് വായിപ്പിക്കണോ? ഇതൊന്ന് ഊരിത്തരിങ്ങളത്. മുണ്ടാ നിക്കടാ. കാര്യം പറയുമ്പോ ഒന്ന് പോയി കുത്തിരുന്ന ഇത് കുടുങ്ങിപ്പോയി മൂത്താപ്പ. അത് എന്റെ നട്ടല് വേദന. അത് കുടുങ്ങിപ്പോയി. അതാണ് കിടക്കടോ. അപ്പൊ മൂത്താപ്പ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രസവത്തില് ഓല ഏതായാലും പോത്തിനർത്തിയില്ല. ഇപ്രാവശ്യം ഓലോട് പോത്തിനർപ്പിച്ചിട്ട് അതിൽ നല്ലൊരു ഒരു നമ്മളെ കൊട്ടാരത്തിനോട് കൊണ്ടുവരാൻ പറയണം. അങ്ങനെ വിട്ടാലേ ശരിയാവില്ല. അയ്യോ മൂത്താപ്പ അതൊന്ന് കഴിച്ചേരി. ഒന്ന് നീറ്റ് പോടാ അവിടുന്ന് പുറത്തെടെങ്കിലോ. ഇതൊന്ന് കഴിച്ചേരി മൂത്താപ്പ. നിങ്ങള് അന്ന് കഴിച്ചു കൊടുത്താണ് ഈ മൂത്താപ്പ. ശല്യം തീരുള്ളൂ. ആ കഴിച്ചു കൊടുക്കി. നല്ലോണം കുടുങ്ങി കിടക്കാണ്. അയ്യോ കുടുങ്ങി കിടക്കാണ്. അയ്യോ എന്തേ
ഇത് കൂട്ടായി പോയില്ലല്ലേ പഠിച്ചോനെ. പഠിച്ചോ നിങ്ങൾ ഏത് ആസനം അവന് പഠിപ്പിച്ചു കൊടുത്ത്? അല്ല അന്നോട് ഞാൻ അതിലങ്ങോട്ട് ഇതാക്കാൻ ആരാനോട് പറഞ്ഞു? ഒലക്ക നിങ്ങൾ പറഞ്ഞ തന്നെയാണ് ഞാൻ ചെയ്തേ. ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. ആ ബടിയിട്ടൊന്ന് മുടന്തി വെക്കാൻ. ആ ബടിയിട്ടൊന്ന് മുടന്തി വെക്കി. അല്ലെങ്കിൽ കിട്ടുന്നില്ല നോക്കി. ബോഡി ഷേപ്പ് വേണ്ട. അയ്യോ കാല് വരാനേ. മൂതാപ്പാ ഞാനൊന്ന് പേടിപ്പിച്ചു നോക്കാം. ചിലപ്പോ ശരിയാണെങ്കിലോ. വേഗം എഴുന്നേറ്റ് പോടാ ഇവിടുന്ന്. പോകാനാണ് പറഞ്ഞത്. നിന്റെ തല ഞാൻ എടുക്കും. നിങ്ങൾ ഞാൻ ഒട്ടു. ഞാൻ ഇതൊന്ന് കഴിച്ചിലാട്ടെ എന്നിട്ട് ഞാൻ ശരിയായി തരാം. പഠിച്ചോനെ ഞാനപ്പോ പേടിച്ച്. അല്ല എന്താ ഇപ്പൊ ഇത് കാട്ടുക? നിങ്ങളിതൊന്ന് കഴിച്ചതിന്റെ കൈ വേദന. അയ്യോ എന്താ പനി ചെയ്യാ? എനിക്ക് നിശ്ചയല്ല. ഇതിപ്പോ ആകെ അയലാക്കായി എടുത്ത് ഇങ്ങനെ തന്നെ എടുത്ത് പുറത്താട് ഇട്ടാലോ? ആ പാവല്ലേ നമ്മളപ്പോ ഇത്രയും കാലം പറഞ്ഞ് നിന്ന് വെച്ചനല്ലേ. അത് കുറച്ച് കഴിഞ്ഞപ്പോ അവിടെ കെട്ട് കഴിഞ്ഞിട്ട് പോന്നോളൂ. ഉണ്ണിമാനാളാണ് എങ്ങനെങ്കിലും കഴിച്ചിട്ടായി പോന്നോളൂ. അതൊന്നും നടക്കൂല കുട്ടിയെ. ഇത് വല്ലാത്തൊരു കുടുക്കല്ലേ കുട്ടി. അല്ല ഞാനൊന്ന് ആലോചിച്ചത് ഇതിപ്പോ കഴിച്ചിട്ടാഞ്ഞിപ്പോ എന്താ ഒരു മാർഗമുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കി. ആദ്യം തന്നെ കെട്ടി കുടുക്കിയിടുമ്പോ ആലോചിച്ചണ്ടിനി. എന്റെ കയ്യിൽ ഒരു മരുന്നുമില്ല. കൊല്ലന്മാരാരെങ്കിലും കൊണ്ടുവരേണ്ടി വരും. ആകെ കൊയങ്ങല്ല റബ്ബേ. കുഞ്ഞാണിയെ കുഞ്ഞാണിയെ അതുകൊണ്ടൊന്നും നമ്മളെ പൂട്ടി വിട്ടില്ലട്ടോ. കെട്ടി കൊടുക്ക കഴിഞ്ഞില്ലല്ലേ? എന്താ ചെയ്യാ? എനിക്ക് നിശ്ചയല്ല. ഏതായാലും ഓനെ അവിടെ കിടക്കട്ടെ. അവിടെ കടന്നോട്ടെ. അവിടെ കടന്നോട്ടെ. നമ്മക്കൊരു കാര്യം ചെയ്യാം. നമ്മക്ക് അകത്ത് കൊണ്ടുപോയാ കുഴിമന്തി എടുത്തെടുത്ത് തിന്നാ. അത് ശരിയാ. ഇനി വല്ലാതെ ചൂടാറ്റണ്ട. ആകെ 2 പാർസലേ ഉള്ളൂ. നമ്മക്ക് 2 ആക്കുള്ളൂ. കുഴിമന്തി ഒക്കെ ഉണ്ട്. എന്നാലും എന്റെ മൂത്താപ്പ നിങ്ങൾ ഓനോട് ചെയ്ത വല്ലാത്തൊരു പണിയായി പോയി. ഓന് അതെന്നെ കിട്ടണോ? തന്നെത്താൻ നടക്കാൻ പറ്റാത്ത എലി 10,000 ചുമക്കരുത്. കണ്ടാലെന്നും സൂപ്പറാ, കേട്ടാലെല്ലാം ഹ്യൂമറാ. എല്ലാം നേരല്ലെന്നാൽ ചൊല്ലുന്നോരും തെല്ലും മാറുകില്ലടോ. കണ്ടാൽ വേല കണ്ടാൽ നേരാണമ്പോ പമ്പിൽ മുമ്പനാണെടോ. മലബാർ കോമഡി ബാല, മലബാർ കോമഡി ബാല. കോലം മാറുന്നോരീ നാട്ടിൽ മിന്നും താരങ്ങൾ മണ്ണിലൊതിക്കും. പൊട്ടിപ്പൊട്ടിച്ചിരിക്കാൻ ചേലിൽ രോഗം മാറ്റുന്ന കോമഡി കാട്ടും. നേരം മാറും നേരം പൂരം കാണും നേരം പോരാമെന്നളിയ ചേരാം പൊന്നളിയ. എല്ലോരും വന്നിടുമീ പതിരില്ല ചിരിമേളത്തിൽ. ഉല്ലാസം കൊണ്ടാടുമീ മലബാറിൻ മാമാങ്കത്തിൽ. കണ്ടാലെന്നും സൂപ്പറാ, കേട്ടാലെല്ലാം ഹ്യൂമറാ. എല്ലാം നേരല്ലെന്നാൽ ചൊല്ലുന്നോരും തെല്ലും മാറുകില്ലടോ. കണ്ടാൽ വേല കണ്ടാൽ നേരാണമ്പോ പമ്പിൽ മുമ്പനാണെടോ. മലബാർ കോമഡി ബാല.